ടഫൊന്നും ചോദിക്കണ്ട, സിമ്പിളായി ചോദിക്കട്ടെ. ചേട്ടൻ ജയിക്കട്ടെ. ചേട്ടൻ ജയിക്കണ്ട, ചേട്ടൻ എന്നെ തോപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ഓരോന്ന് കൊണ്ടുവന്നേക്കണം. അപ്പൊ ചേട്ടൻ അങ്ങനെ ജയിക്കണ്ട. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഉമ്മള്ളി ലൈസ്റ്റ്. അപ്പൊ ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ല, എനിക്ക് കാണാൻ പറ്റുന്ന എന്റെ കൂടെ എന്റെ ഹസ്ബൻഡും കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്നൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ചലഞ്ച് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെ കപ്പിൾ ചലഞ്ചസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ തമ്മിൽ കണ്ട പോലെ നമ്മള് മലയാളം സോങ്സ് ഇംഗ്ലീഷ് അത് മലയാളം ഏത് സോങ് ആണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാന്നുള്ളതാണ് ആ ഒരു ചലഞ്ച്. അപ്പൊ നമ്മള് കുറച്ച് പാട്ട് റെഡിയാക്കിയിട്ടുണ്ട്, ഞാൻ റെഡിയാക്കി. അപ്പൊ അതിന് അത്ര വിശ്വസനീയത ഇല്ലാത്ത കാരണം ആളും സെപ്പറേറ്റ് കുറച്ച് സോങ്സ് എനിക്ക് വേണ്ടിയിട്ട് എന്നോട് ചോദിക്കാം. അങ്ങനെ ഇപ്പോ ഞാൻ ഒറ്റയ്ക്ക് ജയിക്കണ്ട എന്നുള്ള പോലെ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പൊ ആള് കുറച്ച് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനും സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഈസി. അപ്പൊ ഞാൻ സെറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആൾക്കോ അവള് സെറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എനിക്കും അറിയില്ല. അപ്പൊ ഫുള്ളി കോൺഫിഡൻഷ്യൽ ആണ്. അതെ, ഭയങ്കര സീക്രട്ട് ആയിട്ട് എനിക്കിപ്പോ ലാസ്റ്റ് ഇത് തുടങ്ങണതിന് മുമ്പ് ജസ്റ്റ് അയച്ചിട്ടിട്ടുള്ളൂ, അത് നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്റെയും കണ്ടിട്ടില്ല ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോഴാണ് കാണാൻ പോകുന്നത്. അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ ഞങ്ങൾ ഒരേ വീട്ടിലാണല്ലോ, അപ്പൊ നമ്മൾ പ്ലാൻഡ് ആയിട്ടായിരിക്കും. അങ്ങനെയല്ല കേട്ടോ, സ്ക്രിപ്റ്റഡ് അല്ല. അതെ, സ്ക്രിപ്റ്റഡ് അല്ല, ഓൺ ദ സ്പോട്ടാണ്, ലൈവ് ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഒരു ചലഞ്ച് വീഡിയോ. നമ്മുടെ ഫസ്റ്റ് ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അതേ നമ്മുടെ ഫസ്റ്റ് ചലഞ്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അതിന് കുറച്ച് റൂൾസ് ഉണ്ട്, ഒരുപാട് റൂൾസ് ഒന്നുമില്ല. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുന്നത് 2 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും, അത് കഴിഞ്ഞിട്ടാണ് എന്നോട് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട് നമുക്ക്. അപ്പൊ അതിനനുസരിച്ച് ആ ഒരു ഈക്വൽ ഓർഡറിൽ നമുക്ക് രണ്ടെണ്ണം അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ചോദിക്കാം. അതിന് 20 സെക്കൻഡ് ആണ് ഓരോരുത്തർക്ക് കിട്ടുക പറയാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഇവിടെ ഇതുപോലെ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. 20 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ജയിക്കുന്ന ആൾക്ക് ഇവിടെ ഒരു ഹൈലൈറ്റ് ഉണ്ട്. നമ്മുടെ രണ്ടുപേരുടെ വീക്ക്നെസ് ആണ്. ഇതാണ് ജയിക്കുന്ന ആൾക്കുള്ള സമ്മാനം. ഇതിന്റെ 4 ചോക്ലേറ്റ് ഉണ്ട്. ഓൾറെഡി ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ പിന്നെ ഇത് ഗിഫ്റ്റ് ആയിട്ട് നമ്മള് അത് അരക്കിലോ ഒരാൾക്ക് കിട്ടും. പക്ഷെ നമ്മൾ രണ്ടുപേരും തന്നെയാവും ഫൈനൽ കഴിക്കും, അല്ലെങ്കിൽ അവിടെ അടി പൊട്ടും. അതെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ചലഞ്ച് വീഡിയോ. അപ്പൊ അതേ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണേ. ഞാനാട്ടോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫസ്റ്റ്. അപ്പൊ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ച് കഴിഞ്ഞിട്ട് 20 സെക്കൻഡ് അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും ടൈമർ. അങ്ങനെയാണ് കളി പോകുന്നത്. ഞാൻ ചോദിക്കാൻ പോവാണ്. ടൈമർ ഞാൻ പിടിക്കട്ടെ, അല്ലെങ്കിൽ കള്ളക്കളി. ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതിയല്ലോ, അപ്പൊ ചിന്തിക്കാനുള്ള സമയം. അങ്ങനെ വേണ്ട. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, അപ്പൊ തന്നെ ഇത് ടൈമർ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഒരൊറ്റ പ്രാവശ്യം വായിക്കും ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട്. ഓക്കെ, ഒറ്റ പ്രാവശ്യമല്ല, വേണമെങ്കിൽ വീണ്ടും വായിക്കില്ലേ? പക്ഷെ ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല അടുപ്പിച്ച് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വെയിറ്റിംഗ് റിവർ തിൻഡ്, ദ റിവർ സ്പോട്ട് ഗോട്ട് വേക്കന്റ്. കാത്തിരുന്നു പുഴ മെലിഞ്ഞ്, അതന്നെയല്ലേ വെയിറ്റിംഗ്. ആ മൊയ്തീന്റെ പാട്ട്. എക്സാക്ട്ലി. അപ്പൊ ടൈമറിന് മുമ്പ് ആള് പറഞ്ഞിരിക്കാട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. പോയിന്റ് 10. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട്, കാരണം ഞാൻ പറയണേ ഞാൻ സിമ്പിൾ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാം. അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ പറയാട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Like the pearl is hidden inside the shell, you have hidden your lovely romantic words inside the letter. ഒന്നുകൂടി വായിച്ചേ. Like the pearl is hidden inside the shell, you have hidden your lovely romantic words inside the letter. Lovely romantic words. പ്രണയത്തിന്റെ കഴിഞ്ഞു. ഭയങ്കര പെട്ടെന്നായാലും. അതെനിക്കറിയണ്ട, ഇത് ടഫായി പോയി. അപ്പൊ അതിന്റെ ആൻസർ പറയട്ടെ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് മുത്തുച്ചിപ്പി പോലൊരു തട്ടിനുള്ളിൽ വന്നൊരു കിന്നാരം. തട്ടത്തിമറയത്ത് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ കിട്ടണില്ല. കുഴപ്പമില്ല, എന്തെങ്കിലും ഉണ്ട് റോക്കറ്റ് സാധനങ്ങൾ. അപ്പൊ ഇനി എന്റെ ടേൺ ആണ് കേട്ടോ. ഓക്കെ, ഞാൻ കൈമാറാണ്. 2 ചോദ്യം ചോദിച്ചു, ഒരെണ്ണം എന്റെ കറക്റ്റായി. ഇവൾക്കുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുന്നതോടുകൂടി ഞാൻ ടൈമർ ഓൺ ആക്കുന്നതായിരിക്കും. ചോദിച്ചത് തുടങ്ങുന്നതിന് മുമ്പ് ഓക്കെ, കഴിഞ്ഞിട്ട് ഓൺ ആക്കുള്ളൂ. Long back along the edges of paddy fields with a palm leaf umbrella.
long back along the edges of paddy fields with a palm leaf umbrella in the times of planting rice saplings. അയ്യോ വാഴയില വെണ്ണീല ചന്ദനം പുന്നമടക്കായ എന്താണ് എന്താണ് ആൻസർ പറ ഇനി ആൻസർ പറയണ്ടേ അപ്പൊ ആൻസർ ആണ് പാടിക്കോ നീ നന്നായി പാടില്ല ഏയ് ഞാൻ നന്നായിട്ട് പാടും. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയും എടുത്ത് ചെറുനാടു നടന്നൊരു അതാണ് ആൻസർ. ഓക്കെ അപ്പൊ നമ്മള് ആദ്യത്തെ ചോദ്യം ഒരു ക്ലീൻ ബൗൾഡ് ആക്കിയിരിക്കുകയാണ്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പൊ 1-0 ആണ് ഇപ്പോഴും. അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. 1-0. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ പുള്ളി ബൗൾഡ് ആയിരിക്കുമായിരുന്നു. നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സമ്മതിക്കില്ല. ഇത് സിമ്പിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ആഫ്റ്റർ ലൈറ്റ്നിങ് ദ ലാമ്പ് ഓൺ ദ ഹിൽ ടോപ്പ് ഷീ വോർ ദ ബാങ്കിൾ ഓഫ് പെരിയാർ then the girl spreads a charming smile. ഞാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. മല മേലെ തിരിവെച്ച് പെരിയാറി പെണ്ണല്ലോ ഇടുക്കി. ശരിക്കും പാട്. അതൊന്നും വേണം എനിക്ക് കറക്റ്റ് ആഫ്റ്റർ ലൈറ്റ്നിങ് ദ ലാമ്പ് തിരിവെച്ച് അതന്നെ പാട്ട് അതന്നെ. അപ്പൊ അപ്പൊ നമുക്ക് അടുത്ത അപ്പൊ നമുക്കിത് എന്റെ കൈമാറിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻറ്റർ ആകാം. നമ്മൾ വീണ്ടും റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. രണ്ടെണ്ണം ചോദിച്ചു വരണം കറക്റ്റായി. അപ്പൊ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എ ബനിയൻ ട്രീ ഷുഡ് ഹാവ് ഇറ്റ് റൈസ് ഫ്ലോർ ആൻഡ് ദി ടെമ്പിൾ നിയർ ബൈ ആൻഡ് ദ പോണ്ട് ക്ലോസ് ബൈ ദ ട്രീ. ആലായാൽ താറാവേണം അടുത്തൊരമ്പലം വേണം ആലിനു ചേർന്നൊരു കുളവും വേണം. കറക്റ്റ് ആണ്. 2-1. എന്റെ എല്ലാം സിമ്പിൾ ആയിട്ടോടെ ഫുൾ കള്ളക്കളി. അത് എനിക്കൊന്ന് ട്രാൻസ്ലേറ്റ് എടുത്തിട്ട് ഫുൾ ഇംഗ്ലീഷ് ആക്കിയിരിക്കുന്നതാന്ന് തോന്നുന്നു. ഞാനൊരു സൈറ്റിൽ നിന്ന് നേരെ എടുത്തതാ. അത് ഫുൾ ഹെവി സാധനങ്ങളായിരുന്നു. ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ആട്ടോ. സമ്മതിക്കില്ല ഞാൻ. കേസ് കൊടുക്കും. അടുത്തത് ഒരെണ്ണവിടെയുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാട്ടാ. To the beautiful lady who caught my eye with the sound of bangles while I was fishing on the lake shore. Fishing on the lake shore. Start ചെയ്തുട്ടോ. സുന്ദരിയായ പെൺകുട്ടി. To the beautiful lady who caught my eye with the sound of bangles while I was fishing on the lake shore. വളകൾത്തൻ ശബ്ദം കേട്ടു കടലിൽ മീൻ പിടിക്കുമ്പോ. കേട്ടുള്ള പാട്ടാണ് പക്ഷെ കിട്ടുന്നില്ല. കായലരികത്ത് വളയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി. അപ്പൊ എത്ര പോയിന്റ്? ഇപ്പൊ രണ്ടെണ്ണം ശരിയായി. 4 ക്വസ്റ്റ്യൻ. 2 ക്വസ്റ്റ്യൻ. 2-1. അത് വീണ്ടും കൈമാറാണ്. എന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് അതെല്ലാം ചോദിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ ചോദിക്കാൻ പോവാ. തുടങ്ങാം. കോൺഫിഡന്റ് ആണോ? അല്ല. എനിക്ക് 2-year holy ashram sannyasini I came with the evening flowers at the front door with nobody opened. I stood like stranger. എളുപ്പാണ്. സന്യാസിനി നിന്റെ പുണ്യാശ്രമത്തിൽ ഞാനൊരു സന്ധ്യാപുഷ്പവുമായി അതെ. സന്യാസിനി ഭയങ്കര എളുപ്പമായി പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ വാക്കിൽ തന്നെ എല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പൊ 4th ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മള് 2-2 ടൈ ആയി നിൽക്കുകയാണ്. അടുത്ത ഒരു ക്ലീൻ ബൗൾഡ് ആക്കാനുള്ള ഒരു യോർക്കറാണ് ഞാൻ ഇടാൻ പോണത്. 4th ക്വസ്റ്റ്യൻ. എല്ലാവരും റെഡി അല്ലേ? 4th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്. ഇതൊരു ക്ലൂ തരാം. ഇച്ചിരി ടഫ് ആയിരിക്കും കാരണം ഇതില് ട്രാൻസ്ലേഷൻ ഇച്ചിരി ടഫാണ്. അതുകൊണ്ട് പുതിയ ബുദ്ധിമുട്ടാട്ടോ. കുറച്ചധികം ബുദ്ധിമുട്ടാണ്. പുതിയ സിനിമയാണ്, അധികം പഴക്കില്ല. അതിലെ പാട്ടുകളൊക്കെ എല്ലാ പാട്ടുകളും ഭയങ്കര ഹിറ്റാണ്. റൊമാൻറ്റിക് പാട്ടുകളാണ്. കുറച്ചുകൂടി ഗ്ലൂ ഞാൻ തരാം. ഗ്ലൂ. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ?
ടൈമർ കുറച്ചായിട്ട് ഓണാക്കിയാൽ മതി. 2 പ്രാവശ്യം പറഞ്ഞിട്ട് ഓണാക്കിയാൽ മതി ടൈമർ. ഇപ്പോഴും നമ്മൾ 20 സെക്കൻഡിൽ തന്നെയാണ് കളി നടക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് പകുതി വെച്ച് മാറ്റാം. ഇപ്പൊ 20 പോട്ടെ. സ്റ്റാർട്ട് ചെയ്യാം. My heart, give me a milky shower of smiles while we wander on these daily paths. Give a wave of breezing for the swing. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഒന്നുകൂടി ഞാൻ പറയാം. Hey heart, give me a milky shower of smiles. അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഞാൻ തുടങ്ങി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ബാക്കി തരാം. Hey heart, give me a milky shower of smiles. പാൽപുഞ്ചിരി. മിൽക്കി ഷവർ. ഇച്ചിരി ടഫാണ് ഞാൻ പറഞ്ഞത്. നെഞ്ചകമേ നെഞ്ചകമേ പുഞ്ചിരി തൻ പാൽമഴ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണോ? നാമലേ. ലിറിക്സ് കറക്റ്റ് അല്ല, എന്നാലും സിമ്പിൾ. ഇച്ചിരി ടഫാണ്. നമുക്ക് അടുത്തേല് അത് സിമ്പിൾ ആക്കി എടുക്കാം. 2-2 ആണ്. ഞാൻ അവള് ലീഡ് എടുക്കുമ്പോ നമ്മള് ടഫിലേക്ക് മാറും, അല്ലെങ്കിൽ നമ്മള് സിമ്പിൾ ആയിട്ട് കളിക്കും. അപ്പൊ 5th ക്വസ്റ്റ്യൻ എന്റെ. ഇപ്പൊ ടൈലാണ് നമ്മള് 2-2. ഞാൻ വിചാരിച്ചിരുന്നു ഇതുപോലത്തെ സിമ്പിൾ ഒക്കെ ആയിരിക്കും. ഇതിനു വേണ്ടിയുള്ള ശക്തമായ പോരാട്ടം ഇതിപ്പോ ജയിച്ച ആളാണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് തീറ്റിക്കില്ല. നമ്മുടെ 5th ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകട്ടെ. ടഫായിട്ട് ചോദിക്കും. ഓക്കെ, സ്റ്റാർട്ട്. Come to me, dear Maina. Give me sweetness in your beloved garden. Who are searching for who? Who? Start it. Come to me, dear Maina. Give me sweetness in your beloved garden. Who are searching for who? മധുരം തരൂ മൈനേ വരൂ. അതേത് പാട്ട്? എൻ പൂന്തോട്ടത്തിൽ. അറിയണ പാട്ടാലോ. മധു പകരു. മൈനില്ലല്ലേ. ഇത് സിമ്പിൾ പാട്ടാണ്. മാനസ മൈനേ വരൂ മധുരം നുള്ളിത്തരൂ ഇന്നരുമ പൂവാടി. മതി മതി. ഓക്കെ, 2-2 തന്നെയാണ്. 5 ക്വസ്റ്റ്യൻ. 6ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടഫൊന്നും ചോദിക്കണ്ട, സിമ്പിളായി ചോദിക്കട്ടെ. ചേട്ടൻ ജയിക്കട്ടെ. ചേട്ടൻ ജയിക്കണ്ട. ചേട്ടൻ എന്നെ തോപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ഓരോന്ന് കൊണ്ടുവന്നേക്കണം. അപ്പൊ ചേട്ടൻ അങ്ങനെ ഇപ്പൊ ജയിക്കണ്ട.